ഹലോ, ഇന്നത്തെ വ്ളോഗ് വളരെ സ്പെഷ്യലാണ്. എനിക്ക് വളരെ സ്പെഷ്യലാണ്. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. കാരണം വേറൊന്നുമല്ല, ഞാൻ ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ മഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്തൊരു ദിവസമാണ്. ഇന്നിപ്പോൾ 2020 ഡിസംബർ 2. അപ്പോൾ കുട്ടിക്കാലം തൊട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഈ സിനിമയും പാട്ടുകളൊക്കെ കണ്ടിട്ട് അതിലിങ്ങനെ മഞ്ഞിൽ ഇങ്ങനെ നായകനും നായികയൊക്കെ കളിക്കുന്നതും പിന്നെ കുട്ടികളിങ്ങനെ സ്നോമാനൊക്കെ ഉണ്ടാക്കി കളിക്കുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു മഞ്ഞിങ്ങനെ വീഴുന്നതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം, അതൊക്കെ ഒന്ന് ഇങ്ങനെ കയ്യിൽ പിടിക്കണം, അത് കളിക്കണം. അങ്ങനെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇന്നത്തെ വീഡിയോ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ സ്ലോവേനിയയിലെ മഞ്ഞ് പെയ്യുന്ന ഒരു ദിവസം, അതാണ് ഇന്നത്തെ ഈ വ്ളോഗിൽ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത്. പിന്നെ ഇനി വരുന്ന വ്ളോഗുകളൊക്കെ കാണാൻ മറക്കരുത്. കാരണം ഇന്നിപ്പോൾ നമ്മൾ സ്നോ ഷവർ ഉൾപ്പെടുത്തിയ പോലെ ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ ഒരു ഫ്രീസിങ് റെയിൻ കണ്ടു. ഞാൻ അത് വെതറിൽ കണ്ടതാണ്. എന്താ ഫ്രീസിങ് റെയിൻ എനിക്ക് ഒരു ഐഡിയ ഇല്ല. ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ ഫ്രീസിങ് റെയിൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ മഞ്ഞുകട്ട വീഴുകയാണോ, അതേ നമ്മുടെ നാട്ടിൽ ആലിപ്പഴം വീഴുകയെന്നൊക്കെ പറയില്ലേ, അങ്ങനെ മഞ്ഞുകട്ട വീഴുകയാണോ, അതോ ഇനി മഞ്ഞും മഴ ഒരുമിച്ചുള്ളതിനെ പറയുന്നതാണോ ഫ്രീസിങ് റെയിൻ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരാഴ്ച വെതറിൽ കുറേ ചേഞ്ചസ് ഉണ്ട്. ഞാൻ ഈ പറയുന്നതെല്ലാം ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. എനിക്ക് തോന്നുന്നു കാണാത്ത ആളുകൾക്ക് കാണണം നല്ല ആഗ്രഹം ഉണ്ടായിരിക്കും. പിന്നെ ചില ആളുകൾക്ക് ഇത് കണ്ടു മടുത്തിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ മഞ്ഞൊക്കെ ഇങ്ങനെ അവരോടൊക്കെ താമസിക്കുന്ന ചിലരൊക്കെ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ മഞ്ഞായി കഴിഞ്ഞാൽ പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല, മടുത്തു എന്നൊക്കെ. അപ്പോൾ ഞാൻ എന്തായാലും വളരെ എക്സൈറ്റഡ് ആണ്. അപ്പോൾ അതൊക്കെ ഇനി വരുന്ന വ്ളോഗുകളിൽ ഈ ഒരു സീസൺ മൊത്തം നമുക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ ആരും മിസ് ചെയ്യാതെ കാണാം. മഞ്ഞിങ്ങനെ വീണു. കണ്ട അവിടെ ഇരുന്ന കാക്ക, അത് കാക്കയുടെ ഒരു ചെറിയ സ്റ്റാച്ചു ആണ്. അത് നേരത്തെ വീഡിയോയിലൊക്കെ ക്ലിയർ ആയിരുന്നോ എന്ന് എനിക്കറിയില്ല. ഇതൊക്കെ മഞ്ഞിങ്ങനെ മൂടി മൂടി വന്നു, മഞ്ഞിൻ്റെ കനം കൂടി. ഇതാ ഗ്രീൻ കളർ ഇലകളൊക്കെ ഓൾമോസ്റ്റ് ഇങ്ങനെ മഞ്ഞായിക്കൊണ്ടിരിക്കുകയാണ്. സമയം 12:30 ഏകദേശം. നല്ലോണം മഞ്ഞൊക്കെ നമ്മൾ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിൽ ഒരു കാറ് നിർത്തിയിട്ടിരുന്നു. അതൊക്കെ ഫുൾ സ്നോ ആയി, ഇലകളൊക്കെ മൊത്തം മഞ്ഞായിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇവിടെയൊക്കെ കാണാൻ. ഇതൊക്കെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ട് തന്നെയാണ്, സൈഡ് തന്നെയാണ്. അപ്പോൾ ഏട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ കിട്ടിയേനെ. ഞാനും കണ്ണനും മാത്രമല്ല അപ്പോൾ ഫോട്ടോ എടുക്കുന്നത്. ഫോണിൽ ടൈമർ ഓൺ ചെയ്തിട്ട് കണ്ണൻ്റെ ഫോൺ കൊടുക്കും,
പക്ഷെ അത് ചിലപ്പോൾ സക്സസ് ആവും, ചിലപ്പോൾ ഷേക്ക് ആവും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ കഴിഞ്ഞ ദിവസം ഒരു പൂവിൻ്റെ കൂടെയൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ അങ്ങനെയാണ്, കാരണം ടൈമർ ഓൺ ചെയ്തിട്ട് കൊടുക്കും കണ്ണാഞ്ചിയിൽ. ചെറിയൊരു ക്രിസ്മസ് ഫീല് വരുന്നു അല്ലേ? ഇങ്ങനെ ക്രിസ്മസ് ട്രീ മാതിരി അതിൻ്റെ മുകളിൽ മഞ്ഞ്. നമ്മൾ കോളേജിലൊക്കെ ക്രിസ്മസ് ട്രീ ഒരുക്കുമ്പോൾ മഞ്ഞിൻ്റെ ഫീൽ കിട്ടാൻ വേണ്ടി പഞ്ഞി വെക്കാറുണ്ട്. എനിക്ക് അതൊക്കെ ഓർമ്മ വരുന്നത്. ആക്ച്വലി ഇത് മഞ്ഞിൽ നടക്കുമ്പോഴിടുന്ന ഷൂ അല്ല, ഇത് നോർമൽ തണുപ്പിൽ നമ്മളിടുന്ന ഷൂ ആണ്. മഞ്ഞിൽ നടക്കുമ്പോഴുള്ള ഷൂ ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്, പക്ഷേ ഞാനത് വീടിൻ്റെ തൊട്ടടുത്തല്ലേ, പിന്നെ അതിന് മാത്രം മഞ്ഞായിട്ടില്ല. അത് നമ്മൾ നല്ല വഴുക്കി സ്ലിപ്പായൊക്കെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല പിടുത്തൊക്കെ ഉള്ള ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ഷൂ ആണ്. അങ്ങനെ മഞ്ഞ് മലയിൽ ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ. അപ്പോൾ ഞാൻ നമ്മുടെ നോർമൽ ഷൂ തന്നെ ഇട്ടിരിക്കണേ. എനിക്കൊരു പേടി ഉണ്ടായിരുന്നു വഴുക്കി വീഴുമെന്ന്, പക്ഷെ നല്ല രസം ഇതിലിങ്ങനെ നടന്ന് പോയി. എങ്ങനെയുണ്ട് മഞ്ഞിലെ കളി? എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? നോക്കട്ടെ. കണ്ണന് മണ്ണിൽ കളിക്കാനാണോ മഞ്ഞിൽ കളിക്കാനാണോ ഇഷ്ടം? അച്ചോടാ, കണ്ണന് രണ്ടും ഇഷ്ടം. കണ്ണന് മണ്ണിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണ് ഈ വ്ളോഗില്? അതാണോ ഇഷ്ടമായത്? പാവം കണ്ണനെ മഞ്ഞ് കളിച്ചതാണ് ഏറ്റവും ഇഷ്ടമായത് കേട്ടോ. ഇതൊക്കെ നമ്മൾ ജസ്റ്റ് വാക്ക് അറൗണ്ട് ഹോം കാണിച്ചപ്പോൾ എല്ലാ ഭാഗവും ഈ ഭാഗമൊക്കെ കവർ ചെയ്തതാണ്. പക്ഷെ അതൊക്കെ ആകെ മാറിപ്പോയി കണ്ടോ. അന്നൊക്കെ ഇവിടെ പൂക്കളൊക്കെ ആയിരുന്നു, ഇപ്പോൾ ഫുൾ അതൊക്കെ ചേഞ്ചായി. ഒറ്റ ദിവസം കൊണ്ട് ഭയങ്കര ഒരു മാറ്റം തോന്നുന്നു എനിക്ക്. ആപ്പിൾ മരമാണ്. ആ ആപ്പിൾ നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ നമ്മൾ എടുക്കുന്നത് കാണിച്ചല്ലോ, കുലുക്കി നമ്മൾ വീഴ്ത്തി. അപ്പോൾ കണ്ട ആ സ്ഥലമൊന്നും കണ്ടാൽ മനസ്സിലാവുക പോലും ഇല്ല. ഇപ്പോൾ ഫുൾ വൈറ്റായിട്ട് ആകെ മാറിപ്പോയി. അപ്പോൾ സ്ലോമേലിയയിലെ ഈ വർഷത്തെ ആദ്യത്തെ മഞ്ഞ് വീഴുന്ന ദിവസമാണെന്ന്. കുറേ പേര് കുട്ടികളൊക്കെ ആയിട്ട് കളിക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിലാണ് ഞാനും ഇറങ്ങിയത്. പിന്നെ അതേമാതിരി എൻ്റെ ലൈഫിൽ ആദ്യത്തെ മഞ്ഞ് എക്സ്പീരിയൻസ് ആണ്. അത് ഏട്ടനൊന്നും ലീവില്ല, അതായത് ലീവില്ല എന്ന് വെച്ചാൽ ഇവിടെ വർക്കിൻ്റെ ആണല്ലോ. അപ്പോൾ അത് മാത്രമാണ് ഒരു വിഷമം. കാരണം നമ്മൾ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ 3 പേരും കൂടെ ആണെങ്കിൽ കുറച്ചും കൂടെ രസമായേനെ. വീഡിയോ എടുക്കാനും കുറച്ചുകൂടെ നന്നായിരുന്നു. കാരണം ഏട്ടനും കണ്ണനും കളിക്കുന്നത് എനിക്കും, അതേമാതിരി ഞാനും കണ്ണനും കൂടെ കളിക്കുന്നത് ഏട്ടനും കൂടെ കവർ ചെയ്യാമായിരുന്നു. ഞങ്ങളിനി അകത്ത് കയറട്ടെ. കാരണം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു കൈ ഗ്ലൗസ് ഒഴിവാക്കിയിട്ടാണ് ഞാൻ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കൈയൊക്കെ ആകെ മരവിക്കാൻ തുടങ്ങി. സോ ഇനിയിപ്പോൾ കുറേ ദിവസം മഞ്ഞുണ്ടാവുമല്ലോ, നമുക്ക് പറ്റുന്ന പോലെയൊക്കെ ഷൂട്ട് ചെയ്യാം. പിന്നെ കുറേ വീഡിയോസ് ഇനിയും അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ. ചിലർ ഫേസ്ബുക്കിൽ നിന്നൊക്കെ ലിങ്ക് ഓപ്പൺ ചെയ്ത് തുറക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ യൂട്യൂബിൽ തന്നെ കയറി ശാന്തനുവിൻ വണ്ടർലാൻഡ് എന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിക്കും ഈ സ്ലോവേനിയ എന്ന് പറയുന്ന വണ്ടർലാൻഡിലെ ഒരുവിധം വ്യൂസൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബൈ ബൈ.